അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറി എഴുതി കാണണമെന്നുണ്ടെങ്കിൽ മുകളിലുള്ള CC എന്നുള്ള ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മലയാളത്തിൽ അത് എഴുതിയത് ഇങ്ങനെ വായിക്കാനായിട്ട് പറ്റും കേട്ടോ. വേണ്ടാത്തവർക്ക് ഒഴിവാക്കുകയും ചെയ്യാം. ഞാൻ ആദ്യം ഇതിലിങ്ങനെ കൊടുത്തിരുന്നു, പക്ഷെ അത് ചില ആളുകൾക്ക് ബുദ്ധിമുട്ടാവുമെന്ന് കരുതിയിട്ട് ഞാൻ കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആ CCയിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എഴുത്ത് വായിച്ച് കഥ കേൾക്കാം. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ ഷാമിലിൻ്റെ ഉപ്പ വളരെയധികം വിഷമകരമായ ആ ഒരു വാർത്ത കേട്ട് തളർന്നു പോയിരിക്കുകയാണ്. അതെ, എൻ്റെ ഭാര്യ, അതെ സുലൈഖ എന്നെ ഫസ്ക് ചെയ്തെന്നോ? റബ്ബേ അല്ലാ, എന്തിനു വേണ്ടി? അദ്ദേഹം തളർന്നിരുന്നപ്പോൾ കുഞ്ഞുട്ടേജ് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മുഖം തണുത്ത വെള്ളം കൊണ്ട് കഴുകിക്കൊടുത്തു. എടാ, ഇനി നീ തളരരുത്. 8 മാസത്തോളം തളർന്നു കിടന്നപ്പോൾ നിൻ്റെ അവസ്ഥ എന്തായിരുന്നെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഒരിക്കൽ ഞാൻ നിൻ്റെ വീട്ടിലേക്ക് കാണാൻ വരുന്ന സമയത്ത് നിൻ്റെ ഭാര്യ എന്ന് പേരുള്ള ഒരുത്തി അവിടെ ഉണ്ടായിരുന്നു. അതെ, സുലൈഖ എന്ന് പേരുള്ള ആ ഒരു നിൻ്റെ രണ്ടാം കെട്ടുകാരി പെണ്ണ്, അതായത് നിൻ്റെ രണ്ടാം ഭാര്യ. എനിക്ക് നന്നായിട്ടറിയാം നിൻ്റെ അവസ്ഥ എന്തായിരുന്നെന്ന് എനിക്ക് അറിയാമായിരുന്നു. അന്ന് നീ ആ ഇരുട്ടുമുറിയിൽ കഴിയുന്ന അവസ്ഥ, അതെ, ഭാര്യ ഉണ്ടായിട്ട് പോലും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയായിരുന്നു നിൻ്റേത്. എന്നിട്ടും അവൾ പോയതിൽ നീ എന്തിനാ ഇത്രമാത്രം കഷ്ടപ്പെടുന്നത്? അല്ലെങ്കിലും ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചതാണ്. അവൾ പള്ളിക്കമ്മിറ്റിയിൽ എഴുതി തരുന്ന സമയത്ത് എനിക്ക് ഇനി അദ്ദേഹത്തെ വേണ്ട എന്ന് പറഞ്ഞ് ആ ഒരു കത്ത് തരുന്ന സമയത്ത് ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഭാര്യമാരുണ്ടായിട്ടും കാര്യമില്ലല്ലോന്ന്. എടാ, നീ തളരരുത്. നിൻ്റെ കൂടെ ഞാനൊക്കെ ഇല്ലേ? പിന്നെ നിന്നെ സ്നേഹിക്കുന്ന സ്നേഹനിധിയായ ഒരു മോനുണ്ട് അവിടെ. പിന്നെ നിനക്ക് എന്താടാ വേണ്ടത്? എന്തിനാണ് നോക്കാത്ത പെമ്പറന്നോളെ നിനക്ക്? നിന്നെ ആ കൂട്ടിലിട്ട് അടച്ച പോലെയല്ലേ നിൻ്റെ മോന് വന്നതിൻ്റെ ശേഷമല്ലേ നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടായത്? നിൻ്റെ പെമ്മക്കൾ, നിൻ്റെ കല്യാണം കഴിച്ച പൊന്നു മക്കൾ അങ്ങോട്ട് കയറി വരുമ്പോൾ ഓൾ ആട്ടിപ്പായച്ചില്ലേ? മക്കൾ ചവിട്ടിച്ചളിയാക്കും, സാധനങ്ങൾ കേടുവരുത്തും, മക്കളെ സൈക്കിൾ എടുത്ത് കേടെടുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നിനക്ക് അനുഭവമുള്ള കാര്യം തന്നെയല്ലേ? തുള്ളി വെള്ളം നിനക്ക് തരാറുണ്ടോ? മക്കൾ തരുമ്പോഴും വിലക്കായിരുന്നില്ലേ? ശരിക്കും മരുന്നും ഗുളികം തരുമോ? എന്തിനാ അങ്ങനെ നരകിച്ച് ജീവിക്കണം? അങ്ങോട്ട് മരിച്ചു പോട്ടെ എന്നല്ലേ അവൾ ചിന്തിച്ചത്? എന്നെൻ്റെ ചെങ്ങായി ഇങ്ങനെ അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. എന്തിനാടാ അങ്ങനൊരു പെണ്ണ്? പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, എനിക്കും അനക്കും ഭാര്യയില്ല. പക്ഷേ ഞാൻ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷെ എൻ്റേത് കുറച്ച് നേരത്തെ പോയതുകൊണ്ട് ആളുകളുടെ നിർബന്ധം കൊണ്ട് ഈ അതിന് നിന്നു. ഇപ്പോൾ എടാ, അല്ലെങ്കിലും നമ്മൾ ആദ്യത്തെ ഭാര്യനോട് ഒക്കൂലടാ. രണ്ടാമത്തത് എൻ്റെ മക്കളും എന്നെ നിർബന്ധിക്കുന്നുണ്ട്. അവർക്കെന്നെ നോക്കാൻ കഴിയില്ലാത്ത അവസ്ഥയിൽ അവർ പറയുന്നത് ഉപ്പാനെ കൊണ്ട് വേറെ പെണ്ണ് കെട്ടിച്ചൂടെ, എന്നാൽ ഉപ്പാൻ്റെ കാര്യമൊക്കെ അവർ നോക്കിക്കോളൂലേ എന്നാണ് മോനെ പറയുന്നത്. സത്യമായിട്ടും എനിക്കടാ അതിന് താല്പര്യമില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അതിൻ്റെ ഫാത്തിമ മാത്രമാണ്. അതെ, ഓള് അധികമായിട്ടില്ല പോയിട്ട്, ഇപ്പം അടുത്തേ പോയിട്ടുള്ളൂ. മക്കളും മരുക്കളൊക്കെ അതിൻ്റെ ശേഷം എന്നോട് പോയത്. പക്ഷെ എപ്പോഴും നോക്ക്, ഓള് പോയതിൻ്റെ ശേഷം കുറച്ച് ചുടുവെള്ളം എടുക്കാൻ വാതിലിന് മുട്ടി വിളിക്കണം. ആ മരുമകളുടെ ശരിക്കും പറഞ്ഞാൽ ഭാര്യ പോവാൻ വല്ലാത്ത നഷ്ടമാണടാ. അതെ, ആ രാത്രിയിലെ വെള്ളത്തിന് വേണ്ടി ഞാൻ ദാഹിച്ച് കുഴഞ്ഞൊരു ദിവസം റൂമിൽ നിന്ന് നോക്കി ഡൈനിങ് ഹാളിൽ അവിടെ ഒരു ടേബിളിൽ ഒരു ജഗ്ഗിൽ എൻ്റെ ഭാര്യ എന്നും വെള്ളം വെച്ച് പോകാറുണ്ട്. ഞാൻ തൊണ്ട വരണ്ടപ്പോഴൊന്ന് എണീറ്റ് വെള്ളം കുടിക്കാൻ വേണ്ടി എഴുന്നേറ്റടാ. നോക്കിയപ്പോൾ ഒരു തുള്ളി വെള്ളമല്ല ജഗ്ഗിൽ. അവൾ പോയതിൻ്റെ വിഷമം അപ്പോഴാണ്. എനിക്കാണെങ്കിൽ വിറച്ചിട്ട് അങ്ങോട്ട് പോകാനും കഴിയണില്ല അടുക്കളയിലേക്ക്. എനിക്ക് വല്ലാത്തൊരവസ്ഥ. എന്നാൽ എൻ്റെ മകൻ്റെയും മരുമകളുടെയും റൂം അവിടെ തൊട്ടടുത്ത് തന്നെയാണ്, ഡൈനിങ് ഹാളിൻ്റെ തൊട്ടടുത്ത്. എന്നാൽ എനിക്ക് ഒരടി നടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞാൻ വിളിച്ചു, മോനെ മോനെ ഉപ്പാക്ക് കുറച്ച് വെള്ളം എടുത്തു കൊണ്ടിടാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്നാൽ മുടിയെല്ലാം വാരി കെട്ടിക്കൊണ്ട് ഒരു എന്താ പറയുക, ഒരു പേടിപ്പെടുത്തുന്ന രൂപത്തിൽ മരുമകൾ കൊണ്ട് വന്നു. എന്താ ബാപ്പ നിങ്ങൾക്ക് വേണ്ടിയത്? ഒന്നും ഇറങ്ങാൻ നിങ്ങൾ സമ്മതിക്കൂലേ?
മോളെ എനിക്ക് കുറച്ച് വെള്ളം, ജഗ്ഗിൽ വെള്ളം അടുക്കളയിൽ പോയിട്ട് എടുത്താൽ പോരെ എന്ന് പറഞ്ഞ് ഓള് ദേഷ്യത്തോടെ അങ്ങോട്ട് പോകലും വെള്ളം അങ്ങോട്ട് എടുത്ത് കൊടുന്ന് എവിടെ നിൽക്കാറില്ല, പൈപ്പിൽ നിന്നെങ്ങാനും പൈപ്പ് വെള്ളം കുടിക്കാറില്ല, അത് കൊടുന്ന് വെച്ചാണ്ട് ഒരൊറ്റ പോക്കും വാതിൽ അമർത്തി അങ്ങോട്ട് അടക്കലും. എൻ്റെ നെഞ്ച് പൊട്ടിപ്പോയിടാ. ഞാൻ കരുതി റബ്ബേ ഭാര്യ പോയത്, എൻ്റെ ഫാത്തിമ പോയതിൽ പിന്നെ എൻ്റെ ജീവിതം റബ്ബേ എന്നെ കൂടെ കൊണ്ടേ കൂടിയിരുന്നു. എടാ നമ്മളെ ഭാര്യ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ആദ്യ ഭാര്യ ആകുമ്പോൾ നമ്മളോല് പൊന്നുപോലെ നോക്കും തിരിച്ചിങ്ങോട്ടും. പക്ഷെ ഓല് പോയി കഴിഞ്ഞാലേ മനസ്സ് വല്ലാതെ വേദനയിടാ. സത്യമായിട്ടും ശരിയാണ്, നീ മറ്റൊരു വിവാഹത്തിന് തയ്യാറായത് ഒന്നുകൊണ്ടും ആവില്ല. കാരണം നീ മറ്റൊരു വിവാഹത്തിന് ആകാൻ നിൻ്റെ മക്കൾ ചെറുതായിരുന്നു. അതുമാത്രമല്ല, കുറച്ച് മുമ്പേ അവളങ്ങ് പോയി. നിൻ്റെ ബാല്യകാലത്ത് അപ്പോഴേക്കും നല്ല കാലത്താണ് എന്നെ വിട്ടിട്ട് എൻ്റെ ഭാര്യ പോയത്. ഇപ്പോൾ പിന്നീട് വിവാഹം കഴിച്ചപ്പോൾ ആളൊക്കെ ആവുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയാൽ നമുക്ക് തോന്നും വേണ്ട, ഒരിക്കൽ പോലും ഭാര്യ വേണ്ട, ഒറ്റയ്ക്ക് ജീവിച്ചാലും വേണ്ടില്ല എന്ന് തോന്നിപ്പോകും. ഈ ഏതായാലും വിഷമിക്കല്ലേ. തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ ആ ഒരു അവസ്ഥയെല്ലാം ആ പിതാവ് ആ ഇരുന്ന ഇരിപ്പിൽ കേട്ടു. എന്നാൽ തന്നെക്കാളും എത്രയോ പരിതാപകരമാണ് അതിൻ്റെ അവസ്ഥ. പക്ഷേ പുഞ്ചിരി, ആ ഒരു പുഞ്ചിരിയുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ, അതിൻ്റെ മുഖത്ത് നിന്ന് മായുന്നില്ല എന്നുള്ള യഥാർത്ഥ സത്യം അതാ ഷാമിലിൻ്റെ ഉപ്പയും മനസ്സിലാക്കുകയാണ്. എടാ സാരല്ല, ഇനിയും തളരല്ലേ, എനിക്ക് അന്നങ്ങനെ നടന്നു വന്ന് കാണണം. ഒന്നുമില്ലെങ്കിൽ എനിക്ക് നീയും നിനക്ക് ഞാനും ഉണ്ടല്ലോ, നമ്മൾ പഴയ കൂട്ടുകാരനല്ലേ, ആദ്യം മുതലേ നമ്മൾ അങ്ങനെ തന്നെയല്ലേ. സത്യം പറഞ്ഞാൽ നിനക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചതാണ്. പക്ഷെ അന്ന് കണ്ടതോടുകൂടി എനിക്ക് പൂതി കെട്ടു. കാരണം അത്രക്കും വേണ്ട, ഞാൻ പറയണില്ല, പോണോല് പോട്ടടാ, ഓരോല സുഖം തേടി പോയിക്കോട്ടെ, നോ പ്രോബ്ലം. നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. നമുക്ക് നമ്മൾ ആദ്യം ഭാര്യമാർക്ക് വേണ്ടി ദുആ ചെയ്യുക, അവരെ ഖബറിൽ അടുത്ത് പോയിരുന്നിട്ട് നമുക്ക് ഹൃദയം പൊട്ടി ദുആ ചെയ്യുക. അപ്പോഴേ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അല്ലാതെ രണ്ടാമത്തെ ഭാര്യ ഇട്ടേച്ച് പോയെന്ന് വിചാരിച്ചിട്ട് അവളുടെ പേരിൽ നമ്മൾ ഒരിക്കലും സങ്കടപ്പെടേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് എന്തെങ്കിലും ഉപകാരങ്ങൾ അവൾ ചെയ്തിട്ടുണ്ടോ? ശരിയാണ്, എൻ്റെ 2 മക്കളെ പ്രസവിച്ചു, അതൊരു കാര്യമാണ്. എന്നാലോ അന്നെ ശരിക്കൊന്ന് നോക്കിക്കണോ? പലർക്കും ഉണ്ട്. ഓല ആണുങ്ങളെ നയിച്ചിങ്ങനെ കൊണ്ടുവരുമ്പോഴേ ആ ഒരു പൈസയും കൊണ്ട് സുഖസുന്ദരമായി ജീവിക്കാൻ നല്ല സുഖമായിരിക്കും. പക്ഷേങ്കിൽ നമ്മളൊരു മൂലക്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഓല സ്വഭാവം നമുക്കിന് മാറും. പൊന്നു മോനെ, നീ ഒന്നുകൊണ്ടും വിഷമിക്കല്ലേ, ഓള് പോണേക്ക് പോട്ടെ. ശരിക്കും കുഞ്ഞുട്ടിയാജിയുടെ ആ ഒരു സംസാരം കേട്ടപ്പോൾ അതാ ഷാമിലിൻ്റെ പിതാവിൻ്റെ മനസ്സ് ഒന്നൊരു തണുത്തു. റബ്ബേ, അപ്പോൾ എന്നേക്കാളും ദുരിതം അനുഭവിക്കുന്നുണ്ട് ഇവർ. കാരണം ഭക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ട് മരുമകളുടെ മുമ്പിലേക്കാണ് ചെല്ലുന്നത്. മരുമകൾക്കാണെങ്കിൽ പല നിലക്കും ദേഷ്യം, മക്കളെ നോക്കണം, അതിനിടയിൽ ബാപ്പാക്കുള്ളത് റെഡിയാക്കി കൊടുക്കണം, അങ്ങനെ ബാപ്പാൻ്റെ വസ്ത്രം കഴുകണം, അങ്ങനെ. പക്ഷെ അതെല്ലാം ഉമ്മ അങ്ങ് ശീലിപ്പിച്ച് കൊടുത്തുകൊണ്ട് തന്നെ. എന്നാലും അദ്ദേഹം പറയുകയാണ്, എടാ എൻ്റെ ഡ്രസ്സ് എൻ്റെ കൈകൊണ്ട് ഇതുവരെ ഞാൻ അലക്കിയിട്ടില്ലായിരുന്നു. എൻ്റെ ഭാര്യ മരിക്കണേ വരെ ഓള് വാങ്ങായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ചെയ്യും എൻ്റെത്. കാരണം ഒരാൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. അന്ന് ഞാൻ ചെയ്യാൻ വിചാരിച്ചാലും എൻ്റെ ഭാര്യ സമ്മതിക്കൂല. എങ്ങോട്ട് തരും മനുഷ്യങ്ങൾ, എനിക്ക് നിങ്ങളതല്ലാതെ പിന്നെ ആരുടെ കഴുകാനുള്ളത്, എനിക്ക് ആ ഒരു പ്രതിഫലെങ്കിലും കിട്ടണ്ടേ എന്ന് പറഞ്ഞിട്ട് ഓൾ എൻ്റെ കയ്യിൽ നിന്ന് വസ്ത്രങ്ങളൊക്കെ പിടിച്ചു വാങ്ങുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു ദിവസം ആ മരണത്തിന് ശേഷം ഞാൻ ആ പതിവ് പോലെ ഡ്രസ്സ് അവിടെ അഴിച്ചു വെച്ചു, ഓർമ്മയില്ലാതെ വെച്ചതാണ്. എന്നാൽ എൻ്റെ മരുമകൾ പറഞ്ഞ വാക്കുണ്ട്, അതെ, സ്വന്തം അവനാൻ്റെ ഡ്രസ്സൊന്നും തിരുമ്പാനെങ്കിലും നിങ്ങൾക്ക് കഴിയുമോ? അല്ല, അപ്പോൾ എന്തിനാണ് ഇപ്പോൾ വെറുതെ ഒരു മനുഷ്യജീവിതം? അതോടുള്ളതൊക്കെ ആദ്യം തന്നെ തള്ള ശീലാക്കിയതാണ്. ഒന്നും എടുക്കണ്ട, വാങ്ങണ്ട, അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ശീലായി മൂപ്പർക്ക്. ഇപ്പോൾ ഇതാ ഡ്രസ്സ് അവിടെ ഇട്ടിട്ട് പോവാണ്. അതെ, ഇതൊക്കെയാണ് സ്വയം ചെയ്തോളിട്ടോ. അതെ, ആ ഡ്രസ്സുകൾ തൻ്റെ നേരെ മരുമകൾ എറിയുമ്പോൾ ഹൃദയം പൊട്ടി. അന്ന് മുതൽ അതൊക്കെ അങ്ങോട്ട് ശീലായി. അല്ലെങ്കിലും അതെന്താ എൻ്റെ ഭാര്യ അങ്ങനെ അങ്ങോട്ട് ശീലാക്കി, അല്ലാതെ ഒന്നുമല്ലടാ. സത്യം പറഞ്ഞാൽ ഓളുടെ മുമ്പിൽ ചോറിന് പോയിരിക്കണവരെ എനിക്ക് പേടിയാണ്. എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഇവിടെ വീട്ടിലത്തെ പണിയെടുക്കണം, കുട്ടികളെ നോക്കണം, വെച്ചുണ്ടാക്കണം, എല്ലാം കൂടി എന്നെക്കൊണ്ട് കഴിയൂല. എന്നാൽ ഒരു ദിവസം
എൻ്റെ മകന് എന്നോട് പറഞ്ഞ കാര്യം കേട്ട് ഞാൻ സങ്കടപ്പെട്ടു. ബാപ്പാ, ഇങ്ങക്കറിയണല്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. എന്താ മോനെ ഈ പറയണത്? അതെ, ഇവിടുത്തെ കാര്യങ്ങൾ എല്ലാം എൻ്റെ ബാപ്പാക്കറിയണല്ലേ മോനെ. എന്താണ്, ഞാൻ എന്നെക്കൊണ്ട് കഴിയണതൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് മോനെ. ഞാൻ എൻ്റെ ഡ്രസ്സുകൾ അലക്കുന്നുണ്ട്. ഒരു ഓല വീണ് കഴിഞ്ഞാൽ അത് വെട്ടിരിഞ്ഞ് കെട്ടിവെക്കും, മുറ്റം അടിച്ചു വാരി കൊടുക്കും. ഇതൊക്കെ മോനെ ഞാൻ ചെയ്യുന്നതാണ്. കാരണം ബാപ്പ വെറുതെ നിൽക്കുകയാണ് എന്നുള്ളൊരു ഇത് അവൾക്ക് വേണ്ടെന്ന് വിചാരിച്ചിട്ട് വെച്ച് വിളമ്പി തരുന്നതിന് വലിയ കണക്കാണടാ. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ നമ്മളെ ഭാര്യമാരെ മുമ്പ് പോവുമായിരിക്കും നല്ലത്. അല്ലാതെ ഓല് പോയതിന് ശേഷം നമ്മളവിടുത്തെ ജീവിതം എന്ന് വെച്ചാൽ, അതും പ്രത്യേകിച്ച് മരുമക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അത് അല്പം പരിതാപകരമാണടാ. ഒരിക്കൽ പോലും ഒരാളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നൊരു മനുഷ്യനാണ് ഞാൻ. എന്നാൽ എൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ നിനക്കൊക്കെ സ്വർഗ്ഗമാണ്. നിന്നെ പൊന്നുപോലെ നോക്കുന്നൊരു മോനുണ്ടല്ലോ. പിന്നെ രണ്ടാം ഭാര്യ, അവൾ പോകണമെങ്കിൽ പോയിക്കോട്ടെ, ഏറ്റവും നല്ലത് അത് തന്നെയാണ്. കാരണം അത്രക്കും നിന്നെ ഉപദ്രവിക്കുന്ന സ്ത്രീ ആയിരുന്നല്ലോ. ഓൾ പോയിക്കോട്ടെ, ഓളെക്കുറിച്ച് ഒരു ചിന്ത നീ ചിന്തിക്കണ്ട. നീ നിൻ്റെ ആദ്യ ഭാര്യൻ്റെ അടുത്ത് പോയിട്ട് കബറിങ്ങൾ പോയി ദുആ ചെയ്യുക അവൾക്ക് വേണ്ടിയിട്ട്. എന്നാൽ ഷാമിലിൻ്റെ ഉപ്പയുടെ കൂട്ടുകാരൻ പറഞ്ഞ ആ കാര്യമെല്ലാം ആലോചിച്ചപ്പോൾ ശരിക്കും ഷാമിലിൻ്റെ ഉപ്പയുടെ മനസ്സിൽ തോന്നിപ്പോയി, റബ്ബേ, അതെ ശരിയാണ്, ഓളിനെ ഒത്തിരി ഇടങ്ങാറാക്കിക്കണ്. ശരിയാണ് റബ്ബേ, മെഡിസിൻ പോലും തരാതെ അവൾ എന്നെ പറഞ്ഞയച്ചിട്ടുണ്ട്. മരുന്നുകൾ എടുത്തു തരാൻ സമ്മതിക്കൂല, കാരണം എങ്ങനെങ്കിലും അതാണ് ജീവൻ പൊയ്ക്കോട്ടെ എന്ന് കരുതിയിട്ട്. അത്രയത്ര എൻ്റെ പൊന്നുമോൻ എനിക്ക് ഭക്ഷണവും വെള്ളവും എല്ലാം അടുത്ത് വെക്കും, പക്ഷെ അവൾ അത് വരുമ്പോഴേക്കും വിട്ടുവെക്കും. അങ്ങനെ ഒരുപാട് എൻ്റെ കുട്ടി എനിക്ക് വേണ്ടി കുറേ കഷ്ടപ്പെട്ടിരിക്കണം. അള്ളാഹുവേ, എനിക്ക് ഇത്രയ്ക്കും സ്വാലിഹായൊരു മോനെ നീ നൽകിയല്ലോ റബ്ബേ, അതുതന്നെ വലിയ കാര്യം. എടാ, നീ എണീക്ക്, ഇനിയും നീ തളരല്ലേ. അതെ, കുഞ്ഞുട്ടി ഹാജിയുടെ ആ ഒരു വാക്ക് കേട്ട് ശരിക്കും ഷാമിലിൻ്റെ ഉപ്പ അയാളുടെ കൈകൾ പിടിച്ചു. എടാ, ഇനി തളരരുത്, ഇനി ഒറ്റയ്ക്ക് പൊരുതണം. നമ്മുടെ ജീവിതത്തിന് ഒരാൾ താങ്ങാനുണ്ടെന്ന് കരുതിയിട്ട് തളരാൻ പറ്റൂലടാ. തളർന്ന് കിടക്കുക എന്നുള്ളത് വേണ്ട. നമ്മൾ ഇനി വീഴുകയാണെങ്കിൽ മരിക്കുക, അതന്നെ. മരിച്ച് പഠിച്ചവൻ്റെ അടുത്ത് കണ്ട് പോവുക, അല്ലാതെ ഒരാൾക്കും ഭാരമാകേണ്ട രീതിയിൽ നമ്മൾ തളരരുതടാ. നമ്മളെ മനസ്സിനും ഒരു ഉറപ്പ് വേണം. ശരീരം തളർന്നാലും മനസ്സിനൊരു ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് കുറേയൊക്കെ ശക്തി കിട്ടും. പിന്നെ എൻ്റെ മകൻ എന്നോട് പറഞ്ഞ ആ ഒരു വാക്ക് എൻ്റെ നെഞ്ചിലിങ്ങനെ കൊത്തി നിൽക്കണടാ. മറ്റൊന്നുമല്ല, എൻ്റെ മോൻ എന്നോട് പറഞ്ഞത്, ബാപ്പാ, എൻ്റെ പെണ്ണുങ്ങൾക്ക് വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കലും കുട്ടികളെ നോക്കലും വെച്ചുണ്ടാക്കലും വീട് ക്ലീനിങ്ങും എല്ലാം കൂടി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബാപ്പാ, ഇങ്ങളൊരു പെണ്ണിനെ കൂടി കെട്ടിയാൽ വീട്ടിലത്തെ ജോലിയൊക്കെ അവർ ചെയ്തോളല്ലോ, പിന്നെ നിങ്ങളെ കാര്യം നോക്കുകയും ചെയ്യും. ഇങ്ങളെ കാര്യങ്ങളും നോക്കും, വീട്ടു ജോലിയും ചെയ്യും. അതിന് ബാപ്പാ, ഇങ്ങൾക്കൊന്നിനെ കെട്ടിക്കൂടെ? ഒരു വേലക്കാരത്തെ നിർത്താനൊന്നും ആവൂല. അതിനേക്കാളും നല്ലത് ബാപ്പാനെ നോക്കാൻ കഴിയണ ഒരു വേലക്കാരത്തി ആയിക്കഴിഞ്ഞാൽ കഴിച്ചിലായല്ലോ എന്നാണ് പറയുന്നത്. ശരിക്കും എൻ്റെ മകൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് ഞാൻ ഞെട്ടിപ്പോയടാ. സത്യമായിട്ടും എൻ്റെ പൊന്നു മകൻ എന്നോട് പറയാണ്, ഒരു വേലക്കാരത്തിനെ വേണമെന്ന് അവർക്ക്. അതിന് ഞാൻ ഒരു പെണ്ണ് കെട്ടണം, അതിനവർ വീട്ടിൽ വേലക്കാരത്തിയായിട്ട് എൻ്റെ കാര്യം നോക്കാനും നിർത്താനാണത്രേ. എന്തിനാടാ? അഥവാ ഇനി അങ്ങനെ കല്യാണം കഴിച്ചാൽ തന്നെ അവർ ഉമ്മയുടെ സ്ഥാനം കൊടുത്ത് ബഹുമാനിക്കേണ്ടവരല്ലേ എളാമാരൊക്കെ? വേണ്ട, ഒന്നും വേണ്ട, നമുക്കതിന് പൂതിയേ. ആർക്കും ഇഷ്ടമുണ്ടാവില്ല നമ്മളെ. എത്ര എളാമാരാണെങ്കിലും മൂത്തമാരാണെങ്കിലും നമ്മൾ കെട്ടിയ പെണ്ണ് അവൾ സ്വാലിഹത്തായി കിട്ടിയ നമ്മൾ കഴിച്ചിലായി. ഓല കാലം കഴിഞ്ഞാൽ നമ്മൾ കഷ്ടകാലം തുടങ്ങി. അത് തന്നെ വിചാരിക്കുക. എന്നാലുടാ, നിൻ്റെയും എൻ്റെയൊക്കെ കണ്ണുനീര് മതി നമ്മുടെ ഭാര്യമാരുടെയൊക്കെ ഖബറിടം വിശാലമാകാൻ. കാരണം അവരത്രക്കും നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ച പെണ്ണുങ്ങളാണ്. അത് മാത്രമല്ല, നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നെ നമ്മളെ കാര്യം നോക്കണം എന്നുള്ള ചിന്തയായിരിക്കും അവർക്ക് കൂടുതലായിട്ടും. അതുകൊണ്ട് തന്നെ ആദ്യ ഭാര്യമാർക്ക് വേണ്ടി ദുആ ചെയ്യുക, രണ്ടാമത്തുള്ളൊക്കെ പോണ വഴിക്ക് പോകട്ടെ, ഈ അതിനെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട. മനസ്സിലായല്ലോ? അവളുടെ ഇഷ്ടം പോലെ എങ്ങനെ വെച്ച് നടന്നോട്ടെ, അതിനെക്കുറിച്ച് ചിന്തിക്കുക വിഷമിക്കൊന്ന് എൻ്റെ മേത്തുനിന്ന് അങ്ങനെ ഒരു ഭാരം ഒഴിവായി എന്ന് വിചാരിച്ചാൽ മതി. കുട്ടികളൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചോളും. എന്തേ പിന്നെ പറ്റുന്നുണ്ടെങ്കിൽ
എൻ്റെ മോന് ഷാമിലിനെ കൊണ്ട് ഒരു പെണ്ണി കെട്ടിക്കാൻ നോക്കിക്കോ. മരുമക്കളെന്ന് പറയുമ്പോഴേ പേടിയുണ്ട്, പക്ഷേ ഹയറായത് കിട്ടട്ടെ, പഠിച്ച റബ്ബ് തരട്ടെ, എന്തേ കേട്ടോ. അല്ലാതൊരിക്കൽ പോലും ഇനി പോയ അവളുടെ വഴി നോക്കുക വേണ്ട. ശരിക്കും തൻ്റെ കൂട്ടുകാരൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ആ പിതാവിന് അല്പം ആശ്വാസം തോന്നി. എന്നാൽ ഷാമിൽ ഭയന്നിരുന്നു. റബ്ബേ, എൻ്റെ ഉപ്പയെ വീണ്ടും തളർന്ന രീതിയിൽ കൊണ്ടുപോകേണ്ടി വരുമോ എന്ന് ആലോചിച്ചിട്ട്, വീണ്ടും ബെഡിൽ കിടക്കുന്ന അവസ്ഥ വരുമോ എന്ന് ആലോചിച്ചിട്ട്. എന്നാൽ അതാ അദ്ദേഹം കുഞ്ഞുട്ടി ഹാജി അതാ പുറത്ത് നിൽക്കുന്ന ഷാമിലിനെ വിളിക്കുന്നു. മോനെ ഷാമിൽ. ശരിക്കും അവൻ ഞെട്ടിത്തെരിച്ചു പോയി. റബ്ബേ, എൻ്റെ ഉപ്പ അത്രക്കും തളർന്ന് വീണു പോയിട്ടുണ്ടാകും. ആ ഒരു ഷോക്കിലായിരുന്നു അവൻ. റബ്ബേ, അവൻ വിറക്കുകയായിരുന്നു. അവനാകെ വിയർത്തൊഴുകുന്നു. എന്താ മോനെ ഇത്രമാത്രം വിയർത്തൊഴുകുന്നത്? അതിക്ക, എൻ്റെ ഉപ്പയുടെ കാര്യം ആലോചിക്കുമ്പോഴേ മോനൊന്നും കൊണ്ടും വിഷമിക്കണ്ട. മോന് വാ. അതാ പള്ളിയുടെ ആ ഒരു ഭാഗത്തേക്ക് ഷാമിലിനെ കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ പുഞ്ചിരിച്ചിരിക്കുന്ന തൻ്റെ പിതാവിനെയാണ് അദ്ദേഹം കാണിച്ചു തന്നത്. മോനെ, ഉപ്പയെ കൈ പിടിച്ചു കൊണ്ടുപോയിക്കോ. ഇപ്പോൾ ഉപ്പ റാഹത്തിലാണ് എല്ലാം കൊണ്ടും. ശരിക്കും ഷാമിൽ ഞെട്ടിപ്പോയി. റബ്ബേ, എൻ്റെ എളാമയുടെ സ്ഥിതിഗതികളെല്ലാം അറിഞ്ഞിട്ടും ഉപ്പ ഇത്രമാത്രം റിലാക്സ് ആയിരിക്കുന്നത് കണ്ടപ്പോൾ ഒരു നിമിഷം, ഉപ്പ മോനെ പോണോല് പോട്ടടാ, സാരില്ല, ഞമ്മക്ക് നമ്മളുമ്മാൻ്റെ കബറിടത്തിലേക്കൊന്ന് പോകാം. ആ പിതാവ് കരഞ്ഞുകൊണ്ട് അത് പറയുന്നു. ഷാമിൽ ഉപ്പയെയും കൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മാൻ്റെ ഖബറിടത്തിലേക്ക് അതാ പോവുകയാണ്. അതെ, ഉമ്മയുടെ ഖബറിൻ്റെ അരികിലേക്ക് ഷാമിലും ഉപ്പയും നടക്കുകയാണ്. ഇരുവരുടെയും മുഖത്ത് ഒരു വാക്കുകളും പറയാനില്ല. പക്ഷേ ഹൃദയം മുഴുവൻ നിറഞ്ഞിരുന്നത് ഒരു വേദനയിലായിരുന്നു. എന്നാൽ ആ ഖബർ കണ്ട നിമിഷം അവർ ഖബറിൻ്റെ അടുത്തെത്തി. ആ മീസാങ്കല്ല് കണ്ടപ്പോൾ അവരുടെ ഹൃദയം പൊട്ടി. അത് കണ്ട നിമിഷം തന്നെ ഷാമിലിൻ്റെ ഉപ്പയുടെ കാലുകൾ വിറച്ചു. അദ്ദേഹം മുന്നോട്ട് നടന്ന് ഖബറിൻ്റെ അരികിൽ മുട്ടുകുത്തിയിരുന്നു. അദ്ദേഹം മീസാങ്കല്ലിൽ പിടിച്ചുകൊണ്ട് കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. ഖദീജ, അസ്സലാമു അലൈക്കും. അദ്ദേഹത്തിൻ്റെ ശബ്ദം തകർന്നു പോകുന്ന പോലെ പൊട്ടിക്കരച്ചിൽ. അടുത്ത നിമിഷം അദ്ദേഹം നിയന്ത്രണം വിട്ടു. എൻ്റെ ഖദീജ. അദ്ദേഹം കരഞ്ഞുകൊണ്ടേയിരുന്നു. ആ ശബ്ദം അതാ ആ മീസാങ്കല്ലിൽ തട്ടിത്തെറിക്കുന്നത് പോലെ തോന്നി. എൻ്റെ ഖദീജ. അതെ, അദ്ദേഹം വിങ്ങിപ്പൊട്ടുകയാണ്. എന്നാൽ ഷാമിൽ അതെല്ലാം കണ്ടു നിന്നു. അവൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. അവൻ ഓടി വന്നു പിതാവിൻ്റെ അടുത്ത് മുട്ടുകുത്തിയിരുന്നു. ഉപ്പ. അവൻ പതുക്കെ പറഞ്ഞു. ഉപ്പക്കരയല്ലേ ഉപ്പ? ഉപ്പയുടെ കണ്ണീര് മതിയല്ലോ ഉമ്മക്ക് സ്വർഗം ലഭിക്കാൻ. ഒരുപാട് കരഞ്ഞില്ലേ, മതി ഇനി. ഷാമിലിൻ്റെ ശബ്ദം വിറച്ചു. പക്ഷേ ആ വാക്കുകൾക്ക് പോലും പിതാവിൻ്റെ വേദന ശമിച്ചില്ല. അദ്ദേഹം ഖബറിനെ നോക്കി പറഞ്ഞു. എൻ്റെ ഖദീജ, നീ പോയതിനു ശേഷം ഈ ലോകം ഒട്ടും സുന്ദരമല്ല. അതെ, നീ പോയതിനു ശേഷം തുടങ്ങി എൻ്റെ കഷ്ടകാലം. എനിക്ക് സന്തോഷമില്ല, എനിക്ക് ചിരിയില്ല, എനിക്ക് ജീവിക്കാനേ മനസ്സില്ല. അദ്ദേഹത്തിൻ്റെ ശബ്ദം തകർന്നു. നീ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് സമാധാനമായിരുന്നു, സന്തോഷമായിരുന്നു. ആ വീട്ടിൽ കളിച്ചിരി ഉണ്ടായിരുന്നു, ഭക്ഷണത്തിൻ്റെ രുചിയുണ്ടായിരുന്നു, ജീവിതത്തിന് അർത്ഥമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാം ശൂന്യം, എല്ലാം മൗനം. അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എൻ്റെ ഖദീജ, നിന്നിലേക്ക് വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ കൊതിക്കുന്നു. അല്ലാഹുവേ. അദ്ദേഹം കൈകൾ ഉയർത്തി. എന്നെയും വിളിച്ചൂടെ ഇവളുടെ ഈ ലോകത്തേക്ക്? എൻ്റെ ഖദീജയുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോകൂ അല്ലാ. എന്നാൽ ഇത് കേട്ടപ്പോൾ ഷാമിലിൻ്റെ ഹൃദയം തകർന്നു. ഉപ്പ. അവൻ കരഞ്ഞു. ഞാനുണ്ടല്ലോ ഉപ്പ നിങ്ങൾക്ക്. ഉപ്പ ഇപ്പം അങ്ങനെയൊന്നും ദുആ ചെയ്യില്ലേ? ഷാമിൽ കണ്ണുകൾ അടച്ചു. അത് ഉമ്മയുടെ മുഖം, ഉമ്മയുടെ ആ ചിരി, ഉമ്മയുടെ ശബ്ദം. മോനെ. സ്നേഹത്തോടെയുള്ള ഉമ്മയുടെ ആ വിളി മനസ്സിലേക്ക് കടന്നു വന്നു. ഉമ്മ. അവനും കരഞ്ഞു. ഉമ്മ എന്തിനാ ഞങ്ങളെ വിട്ടു പോയത്? അവൻ ഹൃദയം പൊട്ടി. ആ പള്ളിക്കാട്ടിൽ ആ ഖബറിൻ്റെ അടുത്ത് രണ്ട് ഹൃദയങ്ങൾ പൊട്ടിക്കരയുകയാണ്. ഖദീജ, ഞാനും വരും ഒരു ദിവസം നിന്നിലേക്ക്. ഷാമിൽ പിതാവിൻ്റെ കൈ പിടിച്ചു. ഉപ്പ എഴുന്നേൽക്കിപ്പ, നമുക്ക് പോകാം. അതെ, കണ്ണുനീരോടെ അദ്ദേഹം മകൻ പറഞ്ഞപ്പോൾ എഴുന്നേറ്റു. ഇരുവരും പതുക്കെ എഴുന്നേറ്റ് നടന്നു. ഉപ്പ,
ഉപ്പാക്ക് ഉമ്മയുടെ ഖബറിനരികിൽ എത്താൻ കഴിഞ്ഞതും വലിയൊരു ഭാഗ്യം തന്നെയല്ലേ നടന്നുകൊണ്ട്. അതേ മോനെ, അവർ തിരിഞ്ഞു നടന്നു. പക്ഷേ അവരുടെ ഹൃദയം അവിടെ തന്നെ, ആ ഖബറിൻ്റെ അരികിൽ തന്നെ തകർന്ന നിലയിൽ കിടന്നിരുന്നു. പ്രിയപ്പെട്ട ഉമ്മ ഞങ്ങളെ പുഞ്ചിരിയോടെ യാത്ര അയക്കുന്നത് അതെ ആ ഉപ്പയും മകനും കാണുന്നുണ്ടായിരുന്നു. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയെ സംരക്ഷിക്കണം എന്നുള്ള ഒരൊറ്റ നിയ്യത്ത് മാത്രമായിരുന്നു അപ്പോഴും ഷാമിലിന് ഉണ്ടായിരുന്നത്. ഇൻഷാ അല്ലാഹ് ആ പിതാവിൻ്റെ ലോകത്തേക്ക് സന്തോഷം ഉണ്ടാവാൻ ഞാൻ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ചായിരുന്നു ഷാമിൽ അപ്പോഴും ഓർത്തിരുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.